വിവാഹത്തെ ലൈസൻസിനോടാണ് ഉപമിക്കുന്നത്. പക്ഷേ ഈ ലൈസൻസ് ഉണ്ടായിട്ടും മറ്റു വണ്ടികൾ ഓടിക്കുന്നതിനോട് എന്താ അഭിപ്രായം? നമ്മുടെ വണ്ടി അല്ലാതെ ഈ അവിഹിതം എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ ഈ ഇന്നത്തെ ഇന്റർവ്യൂവിൽ എടുക്കുന്നില്ല കേട്ടാ. അവിഹിതം ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആവട്ടെ ഇത്. മൊത്തത്തില് അവിഹിതത്തിന്റെ ഭർത്താവായിട്ട് പിന്നെ മറ്റേ മൈത്രേനോടൊക്കെ ആളുകൾ എന്നെ ഉപമിച്ചു തുടങ്ങി. പാടില്ല കുഞ്ഞുങ്ങളെ, പാടില്ല, അവിഹിതം തെറ്റാണ്. ഇത് കുറെ കഴിയുമ്പോൾ ഇപ്പോഴുള്ള റൈറ്റ് പേഴ്സൺ കുറെ കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ആളെ കണ്ടപ്പോൾ മാറിയതാണെങ്കിലോ? ഇനിയും ഒരു അംഗത്തിന് ബാല്യുണ്ട്, ആരോ വരുംല്ലേ? ആരും കൊതിക്കുന്നൊരാ പ്രതീക്ഷയാണ് നിങ്ങൾ. ഇപ്പൊ റോഹം പറഞ്ഞപ്പോ എന്റെ ഉള്ളിലും ഒരു പ്രതീക്ഷയൊക്കെ മുട്ടിട്ടിരിക്കുന്നു. വാട്സാപ്പ് നമ്പർ ഇതിന്റെ താഴെ കൊടുക്കും. ശരിക്കും സ്ത്രീകളിൽ 40കളിലാണ് പ്രണയത്തിന്റെ അല്ല, 40കളിൽ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ പ്രണയിക്കാൻ ഭയങ്കര അടിപൊളിയാട്ടോ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇനി എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ച് ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്, എനിക്ക് കിട്ടാത്തതും അതാണ്. അപ്പം അത് കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇവിടെ പക്ഷെ പലപ്പോഴും നമ്മളുടെ വിഷമങ്ങൾ പറയുമ്പോൾ കരയുന്ന ഒരു മോശം കാര്യമായിട്ട് പോകുന്നത് എപ്പോഴാണ്? അല്ല, കരയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. നമുക്ക് കരയാൻ പറ്റാതാവുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമല്ലോ. പക്ഷെ എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരയണേണ്ട എൻ്റെ മക്കൾക്ക് വിഷമാവും. അങ്ങനെ പുറമേക്കൊക്കെ ഭയങ്കര ബബിളി ആയിട്ട് അവൾ ഓടി നടക്കുമ്പോഴും ഉള്ളിൽ രാത്രിക്ക് ഇങ്ങനെ റോഹ പറഞ്ഞ് വിശ്വസിക്കില്ല, വല്ലാത്ത ഇങ്ങനെ ഒരു സഫോക്കേഷൻ വരും എനിക്ക്. എന്നെ ദ്രോഹിച്ച, എന്നെ വിഷമിപ്പിച്ച ആളുകളോടൊക്കെ എനിക്ക് നന്ദിയേ ഉള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് റോഹ, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത് സ്വാഗതാർഹമായിട്ടുള്ളൊരു വാചകമുണ്ട്. ഇവിടെ ഞാനുമില്ല, നീയുമില്ല, നമ്മൾ മാത്രം, നമ്മളിടം. ഇത്ര ഒരു ചിന്തയുടെ പുറകിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് വെറൈറ്റി മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലൂടെ കൂടെ ചേർന്നത്. സ്വാഗതം നിഷ റാഫേൽ. നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു ഇൻട്രോ എനിക്ക് കിട്ടണേ. ഒരുപാട് ഇന്റർവ്യൂകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ഇൻട്രോ. എന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് തോന്നുന്ന പോലെ അത്രയും അതിസുന്ദരനായ ഒരാളാണ് സുഹൃത്തുക്കൾ എന്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴേ എന്നെ തൊട്ടാ അങ്ങനെ ചോര വരുന്ന പോലത്തെ മുഖം, എന്താ സ്കിന്റെ ഒരു ഗ്ലോ, പെണ്ണുങ്ങൾ മാറി നിൽക്കണ പോലത്തെ ഭംഗി. പറയാല്ലേ, ഇപ്പൊ ലാലേട്ട ചെയ്ത ആയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്ത നല്ല കിടലായി. അതിന്റെ ഇടയ്ക്ക് ഒരു വാചകം ഉപയോഗിച്ചിട്ടാ പെണ്ണുങ്ങൾ മാറിക്കുന്ന ഭംഗിയാണ്. അതിന്റെ സൗന്ദര്യം പെണ്ണുങ്ങൾക്ക് ഉള്ളൂ. അങ്ങനെയാണല്ലോ വെപ്പ്. സ്ത്രീ സൗന്ദര്യത്തെ പോലെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള സ്കിന്നാ മക്കളെ. വെറുതെ മോന് റിലേഷൻഷിപ്പ് ഒന്നുമില്ലേ? ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ഇല്ല, കഥകളേ ഉള്ളൂ, അനുഭവങ്ങൾ വാളിച്ചുകൾ എന്ന് പറഞ്ഞ പോലെയാണ്. ശരിക്കും നമ്മൾ തുടങ്ങി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ആ വാക്ക് ഉപയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ശരിക്കും മനുഷ്യനുള്ളിടത്തോളം കാലം ഈ സ്വാർത്ഥതയുണ്ട്, മനുഷ്യൻ മരിക്കുന്നവരെ അല്ലെ, അതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം എല്ലാ കാലവും അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവനവൻ്റെ കാര്യം നോക്കി നടക്കട എന്നുള്ളൊരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ പാരൻസിന് നിന്ന് ആദ്യം കേട്ടിട്ടുണ്ടായിരിക്കുക. ടീച്ചർ ഈ ചിന്ത മാറിയത് ഒരു പക്ഷേ ഒരു സമയത്ത് ടീച്ചറിലുണ്ട് ഈ സ്വാർത്ഥത ഉണ്ടായിരുന്നു അല്ലെ? എവിടുന്നാ ഈ മാറ്റം തുടങ്ങി? അതായത് ഈ സെൽഫിഷ് ആവുക എന്ന് പറയുന്നതും സെൽഫ് ലവും രണ്ടാ. ഞാൻ പക്കാ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പത്തെ ഒരു നിഷ റാഫേലിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാമോശമായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പം നല്ലതാണോ എന്ന്. കുറേ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ എനിക്ക് കിട്ടണം, പിന്നെ കൈക്കോട്ടിന്റെ സ്വഭാവമായിരുന്നു, ഒക്കെ നമുക്ക് മാത്രം. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നടത്തി തരാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ ദേഷ്യമായി, കോപമായി, കാണുന്നവരോട് മുഴുവൻ അരിശായി, സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിയലായി. അപ്പോൾ അന്നത്തെ ഒരു വിചാരം എന്ന് വെച്ചാൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടിയെടുക്കാം എന്നൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് വേറൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണം നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് വിചാരിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. വേറെ ആരോ ഒരു പാക്കറ്റിലാക്കി കൊണ്ടു തന്നാൽ എനിക്ക് ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി അതിലെന്താ കാര്യം, കരഞ്ഞ് തളർന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങും. ഹസ്ബൻഡിന്റെ പേര് സാബു എന്നാണ്. അയാളൊരു നല്ല മനുഷ്യനാട്ടാ. അയാൾക്കല്ല പ്രശ്നം, എനിക്കും അല്ല പ്രശ്നം, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേർന്നപ്പോഴാണ് പ്രശ്നം. അതായത് ആക്ച്വലി ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഞാനായിരുന്നില്ല, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഒരു തെറ്റാണ്. അതിനർത്ഥം
സാബു മോശമാണെന്നോ നിഷ മോശമാണെന്നോ അല്ല. അപ്പോൾ 10 കൊല്ലം മുമ്പ് വരെ ഞാൻ സാബുവിനെ എന്നിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡിപ്രഷനാവും. കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ ആൾ നമ്മളോട് പെരുമാറുന്നില്ല. ആൾ ഭയങ്കര ഒരു ഫുട്ബോൾ പ്ലെയറാണ്, ഭയങ്കര ഫുട്ബോൾ ലവറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ESPN ഫുട്ബോൾ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും സാബേൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്താനം പറയാൻ വേണ്ടി തൊട്ടപ്പുറത്ത് വന്നിരുന്നു കേക്ക് ഞാൻ അങ്ങനെ അപ്പുറത്ത് കാക്ക പറഞ്ഞതും ഇപ്പുറത്ത് പൂച്ചോടി അങ്ങനെ കുറേ നക്കാപ്പിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഇവർ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ആൾ നമ്മൾ കേൾക്കുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ എന്നും കരഞ്ഞ് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഞാനൊരു പാട്ടുപെട്ടി വാങ്ങി. ഈ ചെറിയ ബ്ലൂടൂത്ത് ഒക്കെ കുത്തുമ്പോൾ നമ്മുടെ ഈ JBL ചെറിയൊരു പാട്ടുപെട്ടി എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ആ പാട്ടുപെട്ടി കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ പഴയ പാട്ടുകളൊക്കെ വെച്ച് അങ്ങനെ കരഞ്ഞ് കിടന്നുറങ്ങും. ശരിക്കും എവിടെ ടീച്ചർക്ക് എന്ത് തോന്നുന്നു, എവിടെ ഈ ജീവിതം കൈവിട്ടു പോകുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ഈ നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ജീവിക്കുന്നിടത്താണോ, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം കിട്ടാതെ ആകുമ്പോൾ എവിടെയാണ് ശരിക്കും നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നത്? നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നത് നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്താൻ പറ്റാതാവുമ്പോഴാണ്. അതായത് നമുക്ക് നമ്മളെ ഇപ്പോൾ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? തൊട്ടടുത്തൊരാൾ എന്തൊക്കെ എന്നോട് ചെയ്താലാണ് എനിക്ക് സന്തോഷമാവുമെന്ന് എനിക്കറിയാം. ഇപ്പം ഞാനിവിടെ വന്നു കയറുന്ന സമയത്ത് റോഹൻ എന്നെ നല്ല രീതിയിൽ റിസീവ് ചെയ്തു. അപ്പം ഞാൻ എന്താ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ തിരിച്ചു വന്നു, നല്ല രീതിയിൽ തിരിച്ചു ഞാൻ പെരുമാറി. റോഹൻ എൻ്റെ അടുത്ത് വരുമ്പോൾ മോന്ത കയറ്റി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആക്ഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്താ എപ്പോഴും ചിന്തിക്കേണ്ടത്? എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അത് തന്നെ മറ്റേ ആൾക്കും നമ്മൾ കൊടുത്താൽ പോരെ. ബൈബിളിൽ പറയുന്ന പോലെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത്രയൊന്നും പറ്റിയില്ലെങ്കിലും എനിക്ക് എന്നെ സ്നേഹിക്കാൻ അയൽക്കാരന്റെ ഭാര്യനെ സ്നേഹിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളിഷ്ടമാണെങ്കിൽ ആരെന്തൊക്കെ നമുക്ക് ചെയ്താൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ റോഹന്റെ ബർത്ത്ഡേ വരുമ്പോ വെറുതെങ്കിലും വിചാരിക്കില്ലേ നാളെ കാലത്ത് ഇന്ന ആളെന്നെ വിഷ് ചെയ്തിരുന്നെങ്കിൽ ഇതെന്നെ തിരിച്ചും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂന്ന്. അല്ല, ഞാൻ പറഞ്ഞത് ഇൻലോസിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ, വേറെ എന്താ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാനുള്ളത്? കാരണം ഭർതൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇന്നും ഇല്ല. അത് അല്ല, ഈ ഭർതൃഗൃഹത്തിലെ പീഡനം പറഞ്ഞാൽ പാരന്റ്സിന് മാത്രമല്ല, ഭർത്താവിന്റെ ഒന്നും വരില്ല. ഉണ്ട്. ഇനി നേരെ തിരിച്ച് ഭർതൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന പറയുന്നത് പുരുഷന്മാരുണ്ട്, ഇല്ലേ? ഭർതൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നീ എവിടേക്കാണ് ഈ ടോപ്പിക് കൊണ്ടുപോകുന്നത്? പെണ്ണുങ്ങൾ തെണ്ടികളാണെന്ന് വരുത്തി തീർക്കാനുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഗൈസ്. വളരെ ലളിതമായി ചോദിച്ചോട്ടെ. ടോക്സിസിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതിലെന്താന്ന് പറയുക, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ആദ്യം തല്ലേണ്ടത്. നിയമങ്ങൾ എന്നും സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാ, നോക്കിയിട്ടില്ലേ? പക്ഷെ ഈ നിയമങ്ങൾ സപ്പോർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എത്ര നീതി കിട്ടേണ്ട സ്ത്രീകൾക്കല്ല നീതി കിട്ടാറുള്ളത്. ഈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് മൊത്തം നിയമങ്ങൾ. പക്ഷെ ആ നിയമങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത് അലവലാദികളായ സ്ത്രീകളാണ്. ഭർത്താവിനെ ഉപദ്രവിച്ച്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സംഭവങ്ങളും വസൂലാക്കി, ഭർത്താവിനെ എല്ലാ തരത്തിലും പീഡിപ്പിച്ച് ജീവിക്കുന്ന സ്ത്രീകളാണ് അവസാനം മൂടും തട്ടി പോവുക ഈ നിയമത്തിന്റെ ബലത്തിൽ. ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഈ പറയുന്ന നിയമ നടപടികളോ ഒന്നും കിട്ടാറില്ല. ശരിക്കും അങ്ങനെയുള്ള ഒരു സംരക്ഷണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിയമ വ്യവസ്ഥകൾ ഇത്തരത്തിൽ മുതലെടുപ്പുകൾ നടത്തുമ്പോൾ ശരിക്കും കിട്ടേണ്ടവർക്ക് അനുകൂലം കിട്ടാതെ ആവല്ലേ ചെയ്യും. അതെ, തീർച്ചയായും. കാരണം നമ്മളൊരു ഡിവോഴ്സിന്റെ പക്കത്തെത്തി നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവെന്ന് വിചാരിക്കും. കോടതിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് അവര് കോടതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മെയിൻ്റനൻസ് പൈസയോ സംഭവങ്ങളോ ഒന്നും കോടതി അലോ ചെയ്യുന്നില്ല. അതായത് ഒരു 6 മാസക്കാലം കോടതിയിൽ കയറി നിരങ്ങണം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് തല്ലുകൂടിയിട്ട് ഒരു കോടതിയിൽ ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ചെലവിന് കിട്ടണം, എനിക്കും മക്കൾക്കും ചെലവിന് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ കോടതി വന്ന ഉടനെ തന്നെ നിഷ റഫേലിൻ്റെ ഡൈവേഴ്സ് വേണമല്ലേ, നാളെ തൊട്ട് ഞങ്ങൾക്ക് 10,000 രൂപ നിങ്ങൾക്ക് മെയിൻ്റനൻസ് തരാട്ടാന്ന് പറയില്ല. അതായത് ആദ്യം തന്നെ ചോദിക്കും, നിങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുന്ന ഒരു 6 മാസം അവർ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. പല പ്രാവശ്യം കൗൺസിലിങ്ങിന് വിളിക്കും, പല സിറ്റിങ്ങുകൾ നടത്തും. അതിന് ശേഷം നമ്മൾക്ക് എത്രത്തോളം ചെലവുകൾ വരുന്നുണ്ട് നോക്കും. ഈ 6 മാസം കൊണ്ട് ചിലപ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ, എവിടെയും നിൽക്കാൻ പറ്റാത്ത പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ റെയിൽവേ ട്രാക്കിൽ തലവെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കോടതി എടുക്കുന്ന ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഇവർക്ക് പൈസ അനുവദിച്ചു കൊടുക്കാനൊക്കെ. അതുകൊണ്ട് എത്രയേറെ മരണങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിരിച്ചറിവുള്ള ആളായിട്ടും എന്തുകൊണ്ടാണ് പലപ്പോഴും വാക്കുകളിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ കാര്യമായിട്ടുള്ള പുരുഷ വിരോധം പ്രകടമാവാറുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഞാൻ അതായത് പറയുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവരെനിക്കിഷ്ടമല്ല. അതായത് പെണ്ണുങ്ങളെ അടിക്കാന്നൊന്നും പറയണതൊന്നും അത്ര വലിയ അന്തസ്സുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം അവർ കായിക ബലവും ശാരീരിക ബലവും കാണിക്കേണ്ടത് പെണ്ണുങ്ങളുടെ അടുത്താണോ? റോട്ടിൽ കൂടെ പോകുന്ന ഒരു പട്ടീനെ നമുക്ക് കല്ലെറിയാൻ ഈസി ആയിട്ട് പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ പട്ടീനെ കാണുമ്പോൾ കല്ലെറിയണേ? പറയൂ. നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്.
പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമല്ല, പട്ടിക്ക് ഇപ്പോൾ ഓടി വന്നിട്ട് നമ്മളെ തിരിച്ച് ഇപ്പോൾ ഒരു പുലിനെ അല്ലെങ്കിൽ സിംഹത്തിനെ ഒന്നും പോയിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല. പട്ടീനെ നമുക്ക് കല്ലെറിയാൻ എപ്പോഴും, പട്ടീനെ നമ്മൾ വെറുതെ ഒരു കല്ലെറിയ ഒരു ടെൻഡൻസി നമുക്ക്. നമ്മൾക്ക് ആക്രമിക്കാൻ വരുന്നുള്ള അടിക്കുക, പാട്ടിയൊക്കെ ഒന്ന് ഓടി വന്ന് പക്ഷെ അല്ല, വെറുതെ പൊതുവേ പട്ടീനെ കാണുമ്പോൾ കല്ലെറിയ ഒരു ടെൻഡൻസി ഇല്ല. വെറുതെ ഒരു പട്ടി പോകണം, വെറുതെ ഒരു കല്ലെറിയ പൊതുവെ ഡിഫെൻഡിങ് മാത്രമല്ല, വെറുതെ പട്ടിനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കല്ലെടുക്കാവുന്ന എറിയാ, വെറുതെ ഒരു സന്തോഷം. അതുപോലെയാണ് പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കുന്നത്. സ്ത്രീകളെ പട്ടികളോട് ഉപമിച്ചതല്ല, അങ്ങനെയല്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ അത് നമ്മളെ തിരിച്ചൊന്നും ചെയ്യില്ല എന്നറിയുന്ന ആളുകളെ തിരിച്ച് അടിക്കുന്നതിലോ ഉപദ്രവിക്കുന്നതിലോ ഒന്നല്ല ഒരു പുരുഷൻ. അപ്പോഴാണ് ഒരു പുരുഷനാവണേ, ഒരു പെണ്ണിനെ അടിച്ചോണ്ട് ഒരു പുരുഷൻ. പറഞ്ഞതിൽ തിരുത്തുണ്ട്. കാരണം വെച്ചാല് ഇപ്പൊ നമ്മളെ ആക്രമിക്കില്ല എന്നുള്ളതുകൊണ്ട് വെറുതെ അങ്ങോട്ട് സാധനം പറയുന്നതാണ്. പക്ഷെ ഈ പട്ടികൾ വെറുതെ കാണുമ്പോ കല്ലെറിയുന്നതല്ല, പട്ടികളെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും കല്ലെറിയുന്നുണ്ട്. സ്ത്രീകളെ അതായത് പട്ടികളെ അങ്ങോട്ട് കല്ലെറിയത് ആക്രമിക്കുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കല്ലെറിയുന്നവരുണ്ട്. ശരിക്കും ഈ പട്ടിയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞപ്പോഴാണ് സ്ത്രീകൾ ശരിക്കും പൂച്ചകളെ പോലെയും പുരുഷന്മാർ പട്ടികളെ പോലെയാണ്. ഞാനൊരു ഈ ടോക്കിൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സ്ത്രീകളെ പൂച്ചകളോടാണ് ഞാൻ എപ്പോഴും ഉപമിക്കാറ്. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? പൂച്ചയുടെ പ്രത്യേകത എന്താ? പൂച്ച ഇപ്പൊ തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മൾ തഴുകി തലോടി കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്തിരുത്തും. കുറച്ച് റോഹന്റെ അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ കുറച്ച് പാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ട് വരും. സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻസി ഒന്നുമില്ല. ആരാണോ തഴുകണേ അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. സ്ത്രീക്ക് ആത്മാർത്ഥതയും വിശ്വസ്തതയും പുരുഷനേക്കാൾ ഒരു പൊടി കുറവാണ്. ആരാണോ തഴുകുന്നത്, ആരാണോ പാമ്പർ ചെയ്യുന്നത്, ആരാണോ ഒലിപ്പിക്കുന്നത്, അവരുടെ അടുത്തേക്ക് സ്ത്രീ പോവും. പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ പട്ടിയെ പോലെയാണ്. പുരുഷൻ കുറച്ചുകൂടി ആത്മാർത്ഥം. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ടും പുരുഷന്മാര് അപ്പനെ അമ്മേനെ ഒന്നും തള്ളിപ്പറയാതെ, മീൻസ് കമ്പാരിറ്റീവ്ലി അപ്പന്റെ അമ്മയുടെ ഒക്കെ കൂടെ തന്നെ പുരുഷന്മാർ എപ്പോഴും നിൽക്കുന്നതും വിശ്വസ്തത കാണിക്കുന്നതും വീടിന് കാവലായി നിൽക്കുന്നതൊക്കെ പട്ടികളെ പോലെയാണ് പുരുഷന്മാര്. ടീച്ചർ എപ്പോഴും വിശേഷിപ്പിക്കുമ്പോൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോട്ട് ചെയ്യുന്ന ഒരു വാചകമുണ്ട് കുമാരനാശാന്റെ, അല്ലെ? പ്രണയത്തെക്കുറിച്ച് സങ്കല്പത്തെ എപ്പോഴും പറയാറുണ്ട്, മാംസദിമനം എല്ലാ രാഗം എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അവിടെ ഭൗതികമല്ല ആന്തരികമായിട്ടാണ് വേണ്ടെന്ന് പറയുമ്പോഴും ടീച്ചർ ഇഷ്ടപ്പെട്ടത് ഭൗതികമായി നോക്കിയിട്ടല്ലേ? 21 വയസ്സല്ലേ റോഹ പ്രായം. ഇന്നായിരുന്നു സാബു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ സാബുവിനെ ആയിരിക്കില്ല ഞാൻ പ്രിഫർ ചെയ്യാം. അതായത് സാബു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അറിയില്ലല്ലോ. അതായത് സാബു എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ആകെ ഒരു ചായ കുടിച്ചിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ആള് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, സാബു എന്ന് പറയുന്ന വ്യക്തി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ ഒരിക്കലും ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാതെ ആളെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. ആൾക്ക് പറ്റിയൊരു പെൺകുട്ടി ഞാനല്ലായിരുന്നു, ഇന്നും അല്ല. കാരണം ആളെ സംബന്ധിച്ച് കുറച്ചും കൂടി അടക്കം ഒതുക്കമുള്ള, പറഞ്ഞാൽ അനുസരിക്കുന്ന, വീട്ടിൽ മിണ്ടാണ്ടിരിക്കുന്ന, വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്ന, അവരപ്പനും അമ്മേനെ നോക്കുന്ന അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ പറയണത് ഒരു 10ാം ക്ലാസ് തോറ്റ പെൺകുട്ടിയുടെ സാബു കിട്ടിയാൽ മതിയായിരുന്നു. ആൾക്കാർ നിർബന്ധം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യരുത്, ജോലി ചെയ്യരുത് അല്ലാന്ന് ഞാൻ പറയണത്. പഴയ ഒരു ക്ലീഷേ ചിന്താഗതിയിലുള്ള ഒരു അടക്കം ഒതുക്കമുള്ള, സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത, അതായത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജോലിക്ക് പോയാലും വീട്ടിൽ വന്ന് ബാക്കി കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന, അതായത് ഒരു വീട്ടമ്മ, ജോലിക്ക് പോകുന്ന വീട്ടമ്മ. ജോലിക്ക് പോകുന്ന ആളെ വീട്ടമ്മ എന്ന് വിളിക്കാൻ പറ്റും? അല്ല, നമ്മള് ജോലിക്ക് പോകുന്ന അങ്ങനെയൊക്കെ ഞാൻ പറയണതേ, സാബു സ്ക്രൂ കൊടുത്ത കൈ കൊട്ടുന്ന ഒരു പാവക്കുട്ടീനെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ പാവ തെറ്റിപ്പോയി അല്ലേ? തെരഞ്ഞെടുത്ത പാവ. പക്ഷെ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഞാനും കുറച്ച് സ്ക്രൂ ഒക്കെ കൊടുത്തിരിക്കാൻ നോക്കി. 2 പാവകളും സ്വന്തം ഇഷ്ടത്തിന്. അത് എനിക്ക് ആ തിരിക്കലിന്റെ ആക്ഷൻ കണ്ടിട്ട് സ്ക്രൂ മാത്രം കുറച്ച് കരത്തിൽ എന്തെങ്കിലും ടൂൾ എടുത്തോ സംശയമുണ്ട്. പാവം ഞാൻ, സുഹൃത്തുക്കളെ, ഞാനൊരു പാവം. പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര ടോക്കറ്റീവ് അല്ലേ, അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ അവള് ഭയങ്കര ഒരു സാധനം, സാബു ഒരു പാവം, അങ്ങനെ. അതായത് ഈ പുറമേക്ക് കാണുന്നതൊന്നും ആയിരിക്കില്ലല്ലോ ഒരു വ്യക്തി വീടിനകത്ത്. അതായത് ചില ആളുകൾ കാണും ഭയങ്കര ഒരു ജെന്റിൽമാൻ, വായിൽ വിരൽ വെച്ച് കടിക്കില്ല, അങ്ങനെ ഒരാൾ. ഞാൻ ഈ വർത്താനം പറയണത് മാത്രമേ ഉള്ളൂ. ഒഴിഞ്ഞ പാത്രങ്ങളാണല്ലോ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് അല്ലേ? വെറുതെ ആണെങ്കിൽ ആന്നൊക്കെ പറയണേ. ഈ ചോർച്ചിലപ്പോ താഴെ വെച്ച മേലെ അത് കുറച്ച് ഉള്ളിൽ വേറെ ഒന്നും ഇല്ലാട്ടാ, തീർച്ചയായും. ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ അന്ന് ഭൗതികമായിട്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തെങ്കിൽ, അട്രാക്ഷൻ തോന്നിയെങ്കിൽ, ഞാൻ പിൽക്കാലത്ത് ഞാൻ ജീവിച്ച അനുഭവങ്ങളിൽ നിന്ന് ഇന്നാണെങ്കിൽ അദ്ദേഹത്തെ ചൂസ് ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്യില്ലായിരുന്നു പറഞ്ഞു. ഇത് തിരിച്ചറിയാൻ ഇത്ര സമയം എടുത്തു അല്ലെ? ഏകദേശം എനിക്കൊന്ന് 10-23 വർഷം ആയിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ആദ്യത്തെ ഇഷ്ടം തോന്നുന്നത് എപ്പോഴും ഭൗതികം തന്നെയല്ല, ഇഷ്ടം തന്നെയല്ലേ? അതിൽ നിന്നല്ല മാറുന്നത്. ആന്തരികമായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടാനും എപ്പം മുതൽ സാധിക്കുക? അയാൾ നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകിയാൽ മാത്രമല്ല ഒരാളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അത് അറേഞ്ച്ഡ് മാരേജിൽ സാധ്യമാണോ?
എങ്ങനെ പറ്റിയത്? ഒരു ചായ കൊണ്ടുവന്ന ആളാ. നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കടയിൽ പോയിട്ട് ചായ കൊണ്ടുവന്നാണോ? ചായ കൊടുക്കണേക്കാളും ഇഷ്ടപ്പെട്ട ആളാ. ചായ കൊടുക്കാൻ പറ്റില്ല, അവിടെ ചായ കൂടി കൊടുത്തിട്ടില്ല. ദൂരെ നോക്കിട്ട് ഇത് മതി ഇത് മതി ഇന്നസെന്റ് ഒക്കെ പറയണ പോലെ ഇത് മതി. അപ്പൊ വീട്ടുകാര് ഞങ്ങൾ നിങ്ങളൊന്നും ഒന്നും സംസാരിക്കണ്ട ഇത് മതിന്ന്. അതായത് അതുവരെ വന്ന ആളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. അപ്പൊ ഇതന്നെ മതിന്ന് ഓരോ തോന്നലുകളെ വിനാശകാലേ വിപരീതം. അത് എന്താ അതുവരെ ശരിക്കും ഈ എന്താ പറയാ സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മനസ്സിൽ കണ്ട് 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 ഒരു ഇമാജിൻ ചെയ്ത വിവാഹ ജീവിതം ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? ആണ്. ഇഷ്ടമായിരുന്നു പറഞ്ഞ പാസ്റ്റ് ടെൻസ്. എനിക്ക് ഇന്നും ഇഷ്ടമാണ് വിവാഹ ജീവിതം. നമുക്ക് പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ വിവാഹ ജീവിതത്തോളം അടിപൊളിയായിട്ടൊരു സംഭവം ഇല്ല. പറ്റിയ ആളാവണമെന്ന് മാത്രം. കാരണം നമുക്ക് ലൈസൻസോട് കൂടി ഒരാളെ കൂടി ജീവിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് പറ്റിയ ആളാവണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ അകത്ത് നമ്മൾ അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വിവാഹത്തെ ലൈസൻസിനോടാണ് ഉപമിക്കുന്നത്. പക്ഷേ ഈ ലൈസൻസ് ഉണ്ടായിട്ടും മറ്റു വണ്ടികൾ ഓടിക്കുന്നതിനോട് എന്താ അഭിപ്രായം? നമ്മുടെ വണ്ടി അല്ലാതെ ഈ അവിഹിതം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഈ ഇന്നത്തെ ഇന്റർവ്യൂവിൽ എടുക്കണില്ല കേട്ടാ. അവിഹിതം ഇല്ലാത്തൊരു ഇന്റർവ്യൂ ആവട്ടെ. മൊത്തത്തില് ഭർത്താവായിട്ട് തന്നെ മറ്റേ മൈത്രേനോടൊക്കെ ആളുകൾ തന്നെ ഉപമിച്ചു തുടങ്ങി. പാടില്ല കുഞ്ഞുങ്ങളെ, പാടില്ല, അവിഹിതം തെറ്റാണ്. ഞാൻ അറിയാതെ ഏതോ ഒരു സന്ദർഭത്തിൽ എന്തോ എനിക്കൊരു തോന്നുന്നു. അത് പറയുമ്പോ എനിക്കൊരു തുറന്ന പുസ്തകം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ആ തുറന്ന പുസ്തകത്തിലെ ഒരു ഏഡ് എനിക്ക് കാണിക്കണം തോന്നി. എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാനുള്ള എന്തോ ലോക്കൽ അലവലാതി ആൺപിള്ളേരുടെ അടുത്താണ് ഏറ്റവും ഭംഗിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺപിള്ളേര് പോയി പെടാ കുറെ ലോക്കൽസിന്റെ. ശരിയല്ലേ? ഇത് എനിക്ക് അല്ലെ ഏറ്റവും നല്ല പോലെ ശരിക്കും കാരണം ശരി നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ഭംഗിയുള്ള പെൺപിള്ളേരൊക്കെ പോയിട്ട് ചെന്നിടുന്നത് ഈ ലോക്കൽ ബസ്. ഞാനതിൽ പറയാൻ കാരണം എന്താന്ന് പറയാം, നമ്മുടെ കേരളോർമ്മ കോളേജ് വിട്ട സമയത്ത് ഒന്ന് അവിടെ വെറുതെ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ള പെൺപിള്ളേര് ചൊക്കച്ചൊക്കച്ചൊക്കാന്ന് തുടുത്തിട്ട് ഇത്ര മുടിയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺപിള്ളേര് കണ്ടാണ്ടല്ലോ എനിക്ക് വേറെയൊക്കെ വായിൽ വരാം, അത് പറയാൻ കൊള്ളില്ല. പണി സിനിമയിലത്തെ മറ്റേ ചെക്കനൊക്കെ ഇല്ലേ, പണി സിനിമയിലത്തെ അതുപോലത്തെ ഒരുമാതിരി ഒരു ലോ ക്ലാസ് ചെക്കന്മാരുടെ കൂടെയൊക്കെയാണ് ഈ പെൺപിള്ളേര് നടക്കണേ. അതായത് ലോ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചാൽ പൈസയല്ല, ഭംഗിയല്ല. അയ്യോ സുഹൃത്തെ, ഭംഗിയല്ല. ഈ കഞ്ചാവ്, കള്ള്, അങ്ങനത്തെയുള്ള മറ്റേ ഈ ലഹരി സംഭവങ്ങൾക്ക് ഉപയോഗിച്ച് നടക്കുന്ന നമുക്ക് കണ്ടറിയാം അവനൊരു വശപ്പശകാണെന്ന് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന. അല്ലാതെ നമുക്ക് ചെക്കന്റെ വായയിൽ ഒരു സിഗരറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാലോ അവരുടെ ഒരു ചില മാനറിസം ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു വശപ്പശകാന്ന് തോന്നുന്ന അങ്ങനത്തെ ചെക്കന്മാർക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന കാമുകിമാര് ഭയങ്കര നല്ല ഭംഗിയുള്ള പെൺപിള്ളേ. അത് എന്താ കോമ്പിനേഷൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ പണി മൂവി. അവര് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ രൂപമുള്ളവരെ പ്രണയിക്കാൻ പാടൂ എന്നാണോ പറഞ്ഞു വയ്ക്കുന്നത്? അല്ലെ, രൂപത്തെ അല്ല ഞാൻ പറഞ്ഞത്. അതായത് ആ മോശ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ, അപ്പോൾ ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് തീർച്ചയായിട്ടും പെൺകുട്ടിക്ക് അറിയുന്നുണ്ടാവും. അത് അറിഞ്ഞിട്ടും ഈ ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ആളുകളുമായിട്ട് എന്തുകൊണ്ട് ഈ പെൺപിള്ളേർ കൂട്ടുകൂടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു ഭീതി ഉണർത്തുന്ന ഒരു ചിന്തയാണ്. എനിക്കും 21 വയസ്സായ ഒരു മകളുണ്ട്. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇപ്പോൾ ടീച്ചർ പറയുന്ന പോലെ അതേ രീതിയിലേക്ക് ചിലപ്പോൾ ഒരു ഫോർമൽ ലുക്കിൽ ഡ്രസ്സ് ചെയ്തിരുന്നവർ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ സ്മോക്ക് ചെയ്യുന്നതും വെള്ളടിക്കുന്നതും ഇതേ ശീലങ്ങളൊക്കെ ഉള്ളവരായിക്കൂടെ ആയിരിക്കാം. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്ത, ഞാൻ എപ്പോഴും ആ കേരളോർമ്മ ജംഗ്ഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. കാരണം അത് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു തോട്ടാണ്. അത്. അപ്പോൾ ഞാനങ്ങനെ ടീച്ചർ ശരിക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്നു. ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ അവരുടെ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ഇഷ്ടങ്ങൾ ആളുകളെ ചൂസ് ചെയ്യുന്ന ഒരു പക്ഷേ ചിലപ്പോൾ ഭംഗിയുള്ളവരെ കണ്ട് ഞാൻ ഭംഗി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. ലഹരിക്ക് അടിമപ്പെട്ട്, അതായത് നമുക്ക് അവരെ കണ്ടറിയാം. അതായത് കണ്ണൊക്കെ ഇങ്ങനെ റെഡിഷ് ആയിട്ട്, അതായത് കയ്യിലൊരു സിഗരറ്റും, അതായത് ഇങ്ങനെ ഈ ഷർട്ടിന്റെ കോളറൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ടിട്ട് ഒരുമാതിരി കണ്ടു കഴിഞ്ഞാൽ ഒരു കൂതർ ലുക്കുള്ള ചെക്കന്മാരില്ലേ. പക്ഷെ നേരത്തെ എന്താണെന്നറിയോ, ഇപ്പൊ നേരത്തെ ടീച്ചർ അല്ലത് മാത്രമല്ല, നേരത്തെ ടീച്ചർ പറഞ്ഞ ഭൗതികമായിട്ട് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണെങ്കിൽ ആളെ മനസ്സിലാക്കിയിട്ട് ആന്തരികമായിട്ടാണ് പ്രണയിക്കുക എന്നുള്ളത്. നേരത്തെ തന്നെ പറഞ്ഞിട്ട് അവരൊപ്പം പഠിച്ചിട്ടും അവരെ മനസ്സിലാക്കുന്നില്ല എന്ന് വെക്കും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും, അവർ ഇത്ര വർഷം ഒപ്പം പഠിച്ചിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് ഒരു പക്ഷേ ഒരു സ്മോക്ക് ചെയ്തേക്കാം, പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടേതായിട്ടുള്ള കൊണ്ടെടുക്കാൻ പറ്റുന്ന കുറെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ചിന്തിച്ചേക്കാം. 8ന്റെ പണിയും 18ന്റെ പണിയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും ലഹരിയാണോ നല്ലത്, ലഹരി ഉപയോഗിക്കാത്തവനാണോ നല്ലത്.
കാരണം എന്നെ സംബന്ധിച്ച് ഒരു ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ആളുകളുടെ കൂടെ നടക്കുന്ന പെൺപിള്ളേരോടൊക്കെ എനിക്ക് അതുകൊണ്ട് ഒരു രീതിയിലും നമ്മളെ ലഹരിനെ പ്രൊമോട്ട് ചെയ്യോ ലഹരിക്ക് അനുകൂലമായി സംസാരിക്കുകയല്ല, ആളുകൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഉള്ളതുകൊണ്ട് അത് ചോദിച്ചതാണ്. ചിലപ്പോ ഇനിയിപ്പോ കൂടെ പഠിച്ചിട്ടാവും നല്ലതാണെന്ന് തോന്നിയിരിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ നന്നായി നിൽക്കുന്നവർ ചിലപ്പോ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇരുട്ടിന്റെ യാമങ്ങളിൽ ചിലപ്പോ ഈ സ്മോക്കിംഗ് അവിടെ ഇല്ലാത്തതൊക്കെ ചിലപ്പോ സ്മോക്കിംഗ് എന്താണെങ്കിലും അതെ, കോമ്പിനേഷൻ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ചിലപ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കോടാനുകോടി മനുഷ്യന്മാരുടെ ലോകത്ത് എന്തുകൊണ്ട് ഇത്രയധികം ബ്രേക്കപ്സ് ഉണ്ടാവുന്നതെന്ന് ആലോചിക്കാറില്ലേ? അതായത് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുക ആ ഒരു റോങ് പേഴ്സൺ എന്നെ പോയിട്ട് നമ്മൾ എങ്ങനെയാണോ ചൂസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലപ്പോ വേറെ എത്രയോ റൈറ്റ് പേഴ്സൺസ് അപ്പുറത്ത് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ വന്ന പേഴ്സൺ റോങ് പേഴ്സൺ ആയതുകൊണ്ടല്ല, നേരത്തെ പറഞ്ഞ പോലെ കോടാനുകൂടി കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇത് കുറേ കഴിയുമ്പോൾ ഇപ്പോഴുള്ള റൈറ്റ് പേഴ്സൺ കുറേ കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ആളെ കണ്ടപ്പോൾ മാറിയതാണെങ്കിലോ അങ്ങനെ വരില്ലേ? ഇനിയും ഒരു അംഗത്തിന് ബാല്യുണ്ട്, ആരോ വരും അല്ലേ? ആരും കൊതിക്കുന്നൊരാ പ്രതീക്ഷയാണ് നിങ്ങൾ സുഹൃത്തുക്കളെ. ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അപ്പൊ റോഹൻ പറഞ്ഞപ്പോ എന്റെ ഉള്ളിലും ഒരു പ്രതീക്ഷയൊക്കെ മുട്ടിട്ടിരിക്കുന്നു. വാട്സാപ്പ് നമ്പർ ഇതിന്റെ താഴെ കൊടുക്കും. അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ സുന്ദരിയും സുമുഖയും സൽസ്വഭാവിയും എന്ന് പറയണ്ട, അത് ചിലപ്പോ അത്ര അത് വേണ്ട, അത് അവര് മനസ്സിലാക്കട്ടെ, അവർ കണ്ടറിയട്ടെ എന്നുള്ളത്. സത്യത്തിൽ എനിക്ക് ഇതുവരെയും ഈ 44 വയസ്സിനിടയ്ക്കും അങ്ങനെ ഒരു റൈറ്റ് പേഴ്സണെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ശരിക്കും സ്ത്രീകളിൽ 40കളിലാണ് പ്രണയത്തിന്റെ വരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ ശരിക്കും? അതെ, ഈ ഇന്റർവ്യൂ കഴിയുന്നോടു എന്നെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് എന്റെ അമ്മയുടെയും അനിയന്റെയും മക്കളുടെയും കൂടെ ഞാൻ സമാധാനമായിട്ട് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി. ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോളെ എന്താ പറഞ്ഞെന്നറിയോ, ഇന്റർവ്യൂവിനൊക്കെ പോക്കോ അവിടെ ചെന്നിട്ട് അവിഹിതത്തെ കുറിച്ച് പറയരുത്. ഇപ്പൊ അവിഹിതം മാറി, അമ്മയുടെ അല്ല ഇത് അവിഹിതല്ല, ഇത് ഹിതത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ്. അതെ, അല്ല 40കളിൽ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ പ്രണയിക്കാൻ ഭയങ്കര അടിപൊളിയാട്ടോ. മാധവിക്കുട്ടിയൊക്കെ പറയണ പോലെ ഈ കുപ്പികളൊക്കെ ഇടാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു അംഗത്തിനൊരു ബാല്യം ഇപ്പോഴും 40 കഴിഞ്ഞ സ്ത്രീകളിലുണ്ടാവും. കാരണം അവർക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 40s കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ജീവിതം അവസാനിക്കാറായി എന്നുള്ളൊരു തോട്ടല്ലേ. അപ്പൊ എന്തൊക്കെയോ നേടി, അപ്പൊ അതായത് വന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പം ഞാൻ ഇത്രയൊക്കെ തമാശ പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഒരു നല്ല രീതിയിലുള്ളൊരു ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ട്രോമ ചില്ലറയല്ല. ഒരു 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു ഡിപ്രഷൻ ഇതിലേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ എന്നും കരഞ്ഞ് ഇങ്ങനെ എനിക്ക് ശ്വാസമൊക്കെ കിട്ടാതാവും. നെബുലൈസ് ചെയ്താൽ മാത്രമേ ശ്വാസം ബ്രീത്തിങ് കറക്റ്റ് ആവുള്ളൂ. ഒരവസ്ഥയിലായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പത്തെ ഒരു ഫോട്ടോയിൽ പോലും എൻ്റെ ഒരു ചിരിച്ച മുഖമില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് എനിക്കിങ്ങനെ ആവാൻ പറ്റിയത് അത് എൻ്റെ ഉള്ളിലൊരു കെടാതെ കിടക്കുന്ന ഒരു തീയുള്ളത് കൊണ്ട് മാത്രമാണ്. അതെ, ഭയങ്കര ട്രോമയായിരുന്നു. അതായത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇനി എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ച് ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. ഞാൻ നേരത്തെ പാട്ടുപെട്ടി പിടിച്ച് കിടന്ന് കരഞ്ഞുറങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. എത്ര തലോണയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ടേ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആള് ഞാൻ കരയുന്നത് പോലും മനസ്സിലാക്കാത്ത സുഖമായി കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങനെ കരകയറി വന്നതെന്നുള്ള ഒരു ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഇങ്ങനെ ട്രോമ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി സംസാരിക്കാനായിരിക്കും എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ശരിക്കും ഇപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ടതില്ല എന്ന് കുറേ പേരോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ പോയിന്റിനെ ഭയങ്കര എടുത്ത് പറയുന്ന ഒരു ടീച്ചർ ശരിക്കും സ്വന്തം ജീവിതത്തിൽ എന്താ പ്രവർത്തിയാക്കഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് ചെയ്യുന്നതൊന്നും ഭയങ്കര നോർമലായി ചിന്തിക്കേണ്ട കാര്യമാണ്, വലിയ സംഭവമൊന്നുമില്ല എന്ന് ഗോരെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് പ്രവർത്തിയാക്കാൻ പറ്റും? ഡിവോഴ്സ് ചെയ്യാൻ ആയിട്ട് സാബുവിനെ ഡിവോഴ്സ് ചെയ്യാൻ ഇപ്പോഴും എനിക്കിഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സാബു എന്തെങ്കിലും ഒരിക്കൽ ഞാൻ വിചാരിച്ച രീതിയിൽ നന്നായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലോ അല്ലെങ്കിൽ സാബു ഉദ്ദേശിച്ച രീതിയിലേക്ക് ഞാൻ മാറി ചെല്ലും എന്നുള്ള പ്രതീക്ഷയിലോ ഒന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളുടെ അപ്പൻ ആൾ തന്നെയല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ചിന്തയാണ്. മരിച്ചിട്ട് എന്നെ ശവപ്പെട്ടിയിൽ കെടുത്തുമ്പോഴും ഒരു അന്ത്യചുംബനം നൽകാനെങ്കിലും സാബു വരും എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു യൂട്ടോപ്യൻ ചിന്താഗതിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അവസാന ദിവസത്തിലെ അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ഈ അവസാനം എന്തിനാണ് ഞാൻ ചുംബിക്കുന്നത്, അതുവരെ കിട്ടാത്ത ചുംബനം എന്ന് പറയുന്ന അതേ ആൾ തന്നെയാണ് ഇപ്പോൾ പറയണേ. അതുവരെ ചുംബനങ്ങളോ അല്ലെങ്കിൽ മറ്റു സ്നേഹങ്ങളൊന്നും ഇല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വരുമല്ലോ. എന്തോ എനിക്ക് അങ്ങനെ ഒരു ഡിവോഴ്സിന്റെ ഇതിലേക്ക് അതിനെ കൊണ്ടുപോകണം എന്ന്
എനിക്ക് തോന്നുന്നില്ല. കാരണം ആൾക്ക് ഞാൻ ഓക്കെ അല്ല, എനിക്ക് ആളും ഓക്കെ അല്ല. സംസാരിച്ചിരുന്നോ ശരിക്കും? ഞങ്ങൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പല ചർച്ചകളും നടത്തിയിട്ട് ഒരുപാട് കൗൺസിലിംഗ് സെഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ രണ്ടുപേർക്കും ഒന്നിച്ചൊരു ട്രാക്കിൽ പോകാൻ പറ്റുന്നില്ല. പക്ഷെ സെപ്പറേറ്റഡ് ആവണം എന്നുള്ളത് ഒരു ലീഗലി ഒരു സെപ്പറേറ്റഡ് ആവണം എന്ന് രണ്ടുപേർക്കും തോന്നിയിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല. ശരിക്കും മറ്റൊരു ജീവിതം എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ തമാശ മട്ടില്ല. അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം നാളെ മക്കള് പറയരുത്. ഇപ്പൊ എൻ്റെ മൂത്ത മകൾ 21 വയസ്സാണ്, ചെറിയ മോൾക്ക് 11 വയസ്സ്. നാളെ എൻ്റെ മക്കള് പറയരുത് അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് അപ്പനും അമ്മയും സെപ്പറേറ്റഡ് ആണെന്നോ ഡിവോഴ്സ്ഡ് ആണെന്നോ നിങ്ങളുടെ ജീവിതം കാരണം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെന്നൊന്നും അവർ പറയരുതെന്ന്. മക്കൾക്കും കൂടിയും അവർ കുറച്ചും കൂടി മുതിർന്ന്, അതായത് 21 വയസ്സെന്ന് പറഞ്ഞാൽ മുതിർന്നു, കുറച്ചുകൂടി മുതിർന്നിട്ട് അവരുടെ അഭിപ്രായം പറയാവുന്നൊരു സമയത്തൊക്കെ എന്തോ എനിക്കങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടോ പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ട് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളായിരിക്കും പറഞ്ഞ പോലെ ബെന്യാമിൻ്റെ ഇതിൽ പറയുന്ന ഇതുണ്ട്. അപ്പോൾ ടീച്ചറുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഉരുതിരിഞ്ഞ് ഇത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേർ സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവർക്ക് എനിക്കൊരു കൈത്താങ്ങായിട്ട് ഒപ്പം ഒരാളുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു സഹായമായിട്ട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ആവുമെങ്കിൽ നല്ലതായിരിക്കുന്ന ചിന്തയാലാണ് ഈ നമ്മളിടം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ 2 വർഷമായി ഏകദേശം എനിക്ക് തോന്നുന്നു ഓരോ മാസത്തിൽ ഒരിക്കലാണെന്നുണ്ടെങ്കിൽ 10-24 പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ടീച്ചർ ഉൾക്കൊണ്ടൊരു പാഠം എന്താ ചുറ്റുള്ള ആൾക്കാരിൽ നിന്ന്? ശരിക്കും എന്താണ് അവസ്ഥ? ശരിക്കും ആരെയും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരുന്ന ലൈഫ് ഓക്കെയാണ്. കാരണം നമ്മളിപ്പോഴും എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് ആളുകളോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് കണ്ട റോഹൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ വേറെ ആരെൻ്റെ അടുത്ത് വന്നിരുന്ന് എന്ത് ചോദിച്ചാലും അത്രയും വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊരാൾ എന്നെ ജഡ്ജ് ചെയ്യുമെന്നോ, അത് കേൾക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ പോകുന്നൊരു വീഡിയോ ആണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ, സാബുവിന് വിഷമാവുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്താണോ ഒരു റിയൽ ആയിട്ടുള്ള കാര്യം ഞാൻ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ പലരും എന്നെ പറ്റിച്ചിട്ടുണ്ട് ഇൻ ദ സെൻസ് നമ്മൾ വളരെ വിശ്വസിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതൊക്കെ ജീവിതത്തിൽ ഭീകരമായ പാഠം തന്നിട്ടുള്ളത് ആരും ഭയങ്കരമായിട്ട് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. കാരണം എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്, നിഷ ഒരു പൊട്ടത്തിയാണ്, കടിഞ്ഞൂൾ പൊട്ടത്തി എന്നാണ് പറയുക. മൂത്ത പെൺകുട്ടിയല്ലേ, കടിഞ്ഞൂൾ പൊട്ടിയാണ് അവള്, പൊട്ടത്തിയാണ്, അതിനെ പറ്റിക്കാൻ എളുപ്പമാണ്. എന്നെപ്പോൾ ഒരു തല്ലിയിട്ട് നാളെ എനിക്കൊരു നെയ്റോസ്റ്റ് വാങ്ങിയാന്ന് പറഞ്ഞാൽ ഞാൻ അയാളുടെ കൂടെ പോവും. ചെറിയ പിള്ളേർ 10 വയസ്സായ ഒരു കുട്ടിയുടെ ഒരു മനസ്സ്, അതായത് 10 വയസ്സായ കുട്ടീനെ അടുത്ത് നമ്മൾ ഇന്ന് ചീത്ത പറഞ്ഞിട്ട് നാളെ ഒരു മിഠായി കാണിച്ച് വിളിച്ചാക്കടാവും നമ്മുടെ അടുത്തേക്ക് വരില്ല. തല്ലിയാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് തലോടിയാൽ മതി. അതാണ് അത്. ഇത്രയൊക്കെ ഭീകരമായ സംഭവങ്ങൾ സംസാരിക്കുന്ന ടീച്ചർ എന്തുകൊണ്ട് ഇത്രയും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്നെ സംബന്ധിച്ച് എന്നെ ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ഒരു നിഷ മോളെ എന്ന് വിളിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഞാൻ. കാരണം ഞാൻ എന്നും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്, എനിക്ക് കിട്ടാത്തതും അതാണ്. അപ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് എനിക്ക്. ഉണ്ട്. ഇത് ഒരു പക്ഷേ ഇത്തരം ട്രോമകളുള്ളവർ മാത്രമാണോ അതല്ലെങ്കിൽ എല്ലാവർക്കും? ഇപ്പം നേരത്തെ നമ്മളത് പറഞ്ഞൊരു വാചകം പൊതുവെ പറഞ്ഞിരിക്കുകയാണ്, ഈ 40കളിലെ സ്ത്രീകളുടെ പ്രണയത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വരികളിലും എഴുത്തുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളത്. ശരിക്കും ഇത് ഇത്തരം ട്രോമകളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം നമുക്ക് കിട്ടാത്തതുകൊണ്ട് അത് കിട്ടുന്നിടത്തേക്ക് പോകുന്നതാണോ? അത് പൊതുവേ ഉണ്ടോ ശരിക്കും ആ ഒരു പ്രവണത? എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എല്ലാവർക്കും ഒരേ അളവ് പോലല്ലോ. ഇപ്പം എനിക്ക് ഇത്രയേറെ പ്രണയത്തിനോട് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപക്ഷെ എൻ്റെ അനിയത്തി അങ്ങനെ ഒരാളല്ല. ഒരേ വീട്ടിലൊരു അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ആൾ തന്നെയാണ് അവളും. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്ക് പ്രണയമോ അങ്ങനെയൊന്നും അതിനോടൊന്നും ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവുകോലിലാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് കിട്ടണം എന്നുള്ള ആഗ്രഹം. എന്നെ സംബന്ധിച്ച് എന്നെ തന്നെ ഞാൻ ഒരു ഗുലാബ് ജാമിനോടാണ് ഉപമിക്കുക. സ്വീറ്റാണ്, ഞാൻ സ്വീറ്റാണ്. പക്ഷെ അത് ഞാൻ പുറത്തേക്ക് കാണിക്കുന്ന രീതി ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഗുലാബ് ജാമുൻ പുറമേയും അകമേയും ഗുലാബ് ജാമുൻ കെടുക്കുന്ന വെള്ളവും ഒക്കെ സ്വീറ്റാണല്ലോ. ഞാൻ എന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്നെ സ്നേഹം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം നടത്തി കൊടുക്കില്ല. ഞാൻ അട്ടമൻ്റായിട്ട് നിൽക്കും. എന്നെ ഇങ്ങനെ നിഷമോളേന്ന് വിളിച്ചത് ഇപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ തീർന്നു. അയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരേ ഒരാളുണ്ടായിട്ടുള്ളൂ, അതെൻ്റെ അമ്മാമ്മയായിരുന്നു. അമ്മാമ്മയ്ക്ക് എന്നെ എങ്ങനെ അറിയായിരുന്നു. അമ്മാമ്മ മരിച്ചോടുകൂടി ഞാൻ ആകെ എന്നെ വളരെയധികം, എനിക്കിപ്പോഴും രാത്രിയൊക്കെ സ്വപ്നത്തിൽ അമ്മാമ്മ വരും. അതിന് ശേഷം എന്നെ അങ്ങനെ ആരും സ്നേഹിച്ചിട്ടില്ല. അതിന്നും എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്.
അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു വേർഷൻ കാണാത്തതാണ്, അതുകൊണ്ട് കാണാൻ ഓക്കെ. കാരണം കുറേ പേർക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്ന, ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല, എല്ലാവർക്കും ഉണ്ട് വിഷമം. എവിടെ പക്ഷെ പലപ്പോഴും നമ്മളുടെ വിഷമങ്ങൾ പറയുമ്പോൾ കരയുന്ന ഒരു മോശം കാര്യമായിട്ട് പോകുന്നത് എപ്പോഴാണ്? അല്ല, കരയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. നമുക്ക് കരയാൻ പറ്റാതാവുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമല്ലോ. പക്ഷെ എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കരയണാണ്ട് എൻ്റെ മക്കൾക്ക് വിഷമാവും. എന്നെ എല്ലാവരും ഭയങ്കര ഒരു ബഹളക്കാരിയായിട്ടാണ് കാണുന്നത്. പക്ഷെ ആക്ച്വലി ഞാൻ അങ്ങനെയൊന്നും അല്ല. രോഗിയല്ലേ? സെറ്റ്. ഉള്ളിൽ കുറേ ഉണ്ടല്ലേ, പിടിച്ചു വെച്ച്. അതെ. ഈ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കുറേ പിടിച്ചു വെച്ചിട്ട് ഒരു പൊട്ടിത്തെറിയിലാണ് നമുക്ക് പലതും നഷ്ടപ്പെടാറുള്ളത് എന്ന് പറയും. ഈ പിടിച്ചു വെക്കലൊക്കെ കുറേയൊക്കെ നഷ്ടം ഉണ്ടാക്കുന്ന ആദ്യമേ തന്നെ അവനവന് തന്നെയായിരിക്കും. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഞാൻ മറ്റേ സമ്മർ ഇൻ ബെത്ലഹേമിലെ ആമി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അതെനിക്ക് എൻ്റെ ജീവിതമായിട്ട് ഭയങ്കരമായിട്ട് അതിനും പുറമേക്കൊക്കെ ഭയങ്കര ബബിളി ആയിട്ട് അവൾ ഓടി നടക്കുമ്പോഴും ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ രാത്രിക്ക് ഇങ്ങനെ റോഹ പറഞ്ഞ് വിശ്വസിക്കില്ല, ഇങ്ങനെ വല്ലാത്ത ഇങ്ങനെ ഒരു സഫോക്കേഷൻ വരും എനിക്ക്. ശരിക്കും ഉള്ളിൽ അത്രയും ശരിക്കും വേട്ടയാടുന്ന ഒരു വിഷമം എന്താ? ശരിക്കും ഒരു സൈഡിൽ അത്രത്തോളം സ്നേഹിക്കപ്പെടുന്ന ഒരു അമ്മാമേനെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണോ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടൊരു ജീവിതം ഇങ്ങനെയല്ല എന്നുള്ളോ, എന്താ കുറേയും കൂടി എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാനിവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യമില്ലാത്ത ഒരാളായിട്ടാണോ എനിക്കെന്തോ. പക്ഷേ ടീച്ചർ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ശരിക്കും നിയോഗം പോലെ കുറേ പേരുടെ ഒരാശ്വാസവും അല്ലെങ്കിൽ സമാധാനവും ഒക്കെ കാരണം ടീച്ചറിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ? ഏകദേശം 10-40 പേര് പങ്കെടുക്കാറുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചു, ഒരു ആവറേജ്. അപ്പോൾ ടോട്ടൽ ഇപ്പം ഇതിനടക്കം തന്നെ എത്രയോ പേര് അല്ലേ, 1000 ആളുകൾ വന്നുപോയി വരാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതൊന്നും ഇല്ലാതെയായി പോലാണ് പലരും കണ്ടിട്ടില്ല. ടീച്ചർ ലൈഫിലും അങ്ങനെയാണ്. എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കേൾക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ പക്ഷെ കുറേ പേർക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനം. ടീച്ചറും വലിയ നിയോഗമല്ലേ? ഞാൻ ടീച്ചർ പറയുന്നു എനിക്കൊരു ഭാഗ്യം ഇല്ലാത്തൊരു ജീവിതമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോലും പറയുന്നിടത്ത് ടീച്ചർ ഭാഗ്യമായി കാണുന്നവരാണ് കൂടുതൽ. അതെ, തീർച്ചയായും ആ ഒരു കാര്യത്തിലൊക്കെ ശരിക്കും കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കും, എന്നെ ഇങ്ങനെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാട്ടോ. ദൈവം എന്നെ ഇങ്ങനെ ഭയങ്കര ടോക്കറ്റീവായിട്ട് ആദ്യം തന്നെ ഒരാള് ഭയങ്കര വർത്താനക്കാരിയായിട്ട് ഒരാളെ സൃഷ്ടിച്ചു വെച്ചു. പിന്നെ അവൾക്ക് കുറേ പ്രശ്നം കൊടുത്തു. അപ്പോൾ അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കിപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ബ്രേക്കപ്പിനെ കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ ബുക്ക് പഠിച്ചിട്ടല്ലല്ലോ, നമ്മുടെ എക്സ്പീരിയൻസ് എന്നല്ലേ പറയണേ. അപ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര ആശ്വാസരോഹ. ഓരോരുത്തർ വിളിച്ചിട്ട് എന്നോട് പറയണേ, ടീച്ചറെ സത്യം പറയാലോ, ടീച്ചറെ ടോക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മരിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ, അപ്പം ഞാനാലോചിക്കും അവരുടെ പ്രാർത്ഥനയിൽ അവരെന്നെ ഓർക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആരില്ലെങ്കിലും ഒക്കെ എൻ്റെ മക്കൾക്കോ ഒക്കെ അങ്ങനെ നല്ലത് വരുമായിരിക്കും. ഒരു കർമ്മ എന്നുള്ള രീതിയിലല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്നല്ലെങ്കിലേ എത്രയോ ആളുകളുടെ ഒരു പ്രാർത്ഥനയിലൊക്കെ നമ്മൾ വരുന്നുണ്ടാവും. ഞാൻ ഒരിക്കൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം, വിനി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി നമ്മുടെ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂർ തന്നെ അറിയുണ്ടാവില്ല, വെള്ളയപ്പങ്ങാടി എന്ന് പറഞ്ഞാൽ പുത്തമ്പള്ളിയുടെ അടുത്ത്. അപ്പോൾ അവിടെയുള്ളൊരു ചേച്ചിയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ആ ചേച്ചി നമ്മുടെ പരിപാടിയിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാറുള്ളതാണ്. അവിടെ അവർ പെട്ടെന്ന് മരിച്ചു, ക്യാൻസറായിട്ട് തന്നെ മരിച്ചു. അപ്പോൾ ഞാൻ അവരുടെ ഫ്യൂണറലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭർത്താവും 2 ആൺമക്കളാണ്. നമ്മളിങ്ങനെ, എനിക്കാണെങ്കിൽ മരിച്ചോടത്തേക്ക് പോകാൻ പൊതുവേ ടെൻഷനാട്ടാ. അപ്പോൾ പോയപ്പോൾ ഭർത്താവും 2 ആൺമക്കളും എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുക. രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ തൊഴണമല്ലോ. ഇപ്പം നമുക്കിങ്ങനെ ഒന്നാമത് മരിച്ച വീട്ടിക്ക് നമ്മൾ ആകെ കൈകാലം മറിച്ചിട്ട് പോകണേ. അപ്പോൾ ഇവരിങ്ങനെ ഏറ്റുന്ന് തൊഴുതിട്ട് അവരുടെ മരിച്ചവരുടെ വിനിയുടെ അനീത്തി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി സന്തോഷമായിട്ടാ പോയേ, കാരണം ലാസ്റ്റ് വീക്ക് തൊട്ട് തലയാഴ്ച ഞങ്ങൾ ലുലു മോളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിടത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വിനി എവിടെയും പോകാറില്ല, ടീച്ചറാണ് അവളെ അവസാനമായിട്ട് എല്ലായിടത്തേക്കും കൊണ്ടുപോയത്. എന്നിട്ട് ഇടിയ വിനിയെ ടീച്ചർ വന്നോർക്കണോടി എന്നൊക്കെ അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ CC റാഫേലിൻ്റെ മകളായി ജനിച്ചില്ലായിരുന്നെങ്കിൽ, സാബു കെ ബേബിയുടെ ഭാര്യയായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും ഇന്ന് കാണുന്നൊരു നിയോഗത്തിലേക്ക് മേ ബി അവരൊക്കെ അതിൻ്റെ ഒരു നിമിത്തം ആയതായിരിക്കും. അപ്പോൾ എന്നെ ദ്രോഹിച്ച, എന്നെ വിഷമിപ്പിച്ച ആളുകളോടൊക്കെ എനിക്ക് നന്ദിയേ ഉള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് റോഹ, എന്തൊക്കെയോ ചെയ്യാനുണ്ട്.
ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. എത്ര പേരുടെ പ്രാർത്ഥന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിനേക്കാളും പൈസ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ കിട്ടും. കാരണം ടെൻഷനൊന്നുമില്ലല്ലോ, നമുക്ക് മാസം ഒരു കൃത്യമായൊരു പൈസ കിട്ടും. ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. ഒരു ടീച്ചർ എന്നുള്ള ജോലി തന്നെ പോകാനുള്ള കാരണം ലാലേട്ടനോടുള്ള സ്നേഹവും, അത് ക്ലാസ് റൂമുകളിൽ ഞാനിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ലാലേട്ടൻ്റെ ഡയലോഗുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കലും, പക്ഷെ അതിൻ്റെ വലിയ ജോലി വരെ സ്പെഷ്യൽ ജോലി വരെ പോയല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു തോട്ട് വന്നത്, ഇത് സത്യം പറഞ്ഞത് ഇന്ന് എനിക്ക് ഒരു ലാഭവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാരണം തൃശ്ശൂർ 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലിൽ പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസയാവും നമുക്ക് എല്ലാവരും പറയും. അത് മാത്രം രജിസ്ട്രേഷൻ ഫീസായിട്ട് നടത്തിയിട്ട് നമ്മുടെ സമയം നമ്മൾ അതിന് വേണ്ടി മെനക്കെടുത്തല്ലേ. പക്ഷെ എന്തോ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വീട്ടുകാരൊക്കെ തുടക്കത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ബന്ധു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, എത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവാണ് ആൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ 1000-1500 രൂപ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ 1500 രൂപയ്ക്കൊക്കെ നിൻ്റെ പരിപാടി കാണാൻ ആൾക്കാർ വരും, വല്ല 200 രൂപയ്ക്കെങ്ങാനും തൃശ്ശൂർ ടൗണിലേ നമ്മുടെ പൂരപ്പറമ്പിലേ നീ ഒരു പരിപാടി നടത്ത്, അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ ആൾക്ക് 2nd ആനിവേഴ്സറിയുടെ കേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തു, കഴിപ്പിച്ചു. മിക്കവാറും അടുത്ത പ്രോഗ്രാം വെക്കുമ്പോൾ വരും ചെയ്യും ഈ 2000 തന്നിട്ട് അല്ലേ, ചിലപ്പോൾ പൈസ തന്നിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. അങ്ങനെ പോട്ടെ, നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു കുഞ്ഞു ജീവിതമല്ല ജീവിതത്തിൽ. ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂകളിലും വന്നിരുന്ന് കുഞ്ഞു ജീവിതമല്ലേ എന്ന് പറഞ്ഞു പോണ ആൾക്കാർ പിന്നെ അടുത്ത ഒരു 6 മാസം കഴിയുമ്പോൾ തട്ടിപ്പോവാണ്. ചിലപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പായിരിക്കും ചിലപ്പോൾ അന്ന് റോഹൻ ഇടാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ സാധാരണ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം ആക്ക് പൊന്നോട്ടെ എന്ന് പറയും, ഇതൊഴിച്ച് ഇതോടെ മാറ്റി എടുത്തിട്ടെ. ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ടീച്ചേഴ്സിനാണ് ഇപ്പോഴും ടീച്ചേഴ്സിനെ അവർ പ്രായമാവും തോറും പല ഏജ് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികളുണ്ടെന്ന് പറയാം അല്ലേ. പക്ഷെ നിഷ് ടീച്ചറുടെ കേസിൽ പറയുമ്പോൾ നിഷ് ടീച്ചറിന് ഇപ്പോഴേ പറയാൻ പറ്റും എനിക്ക് 18 മുതൽ 70 വയസ്സുള്ള വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് അല്ലേ. കാരണം അത്രയും പ്രായമുള്ളവരാണ് കൂടാൻ പറ്റുന്നത്. അവിടെ വരുന്നവരൊക്കെ നമ്മൾ പേര് വിളിക്കണം എന്ന് നിർബന്ധം എനിക്ക്. അതായത് പ്രോഗ്രാമിന് വരുമ്പോൾ 2 കണ്ടീഷൻസ്, ഒന്ന് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, മറ്റേത് പ്രോഗ്രാമിന് വരുന്ന 70 വയസ്സുള്ള ആളെയും പേര് വിളിക്കണം എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേരെ വിളിക്കാൻ പാടില്ല. എന്നെ മാത്രം മുതിർന്നില്ല, പക്ഷെ എന്നെ ടീച്ചർ എന്നെ പേര് നിഷ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ. എന്നെ മാത്രം ടീച്ചർ എന്ന് വിളിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്യാപ്റ്റൻ നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഞാൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞു, ഒരു നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞേ, ചേട്ടാ ക്യാപ്റ്റൻ ആണെങ്കിലും നമ്മൾ രാധേന്നാ വിളിക്കുള്ളൂ, രാധേ. അപ്പോൾ ആൾക്കത് ആദ്യം ഉൾക്കൊള്ളാൻ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാരണം ആള് സാർ കേണൽ എന്നൊക്കെ കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ പ്രോഗ്രാമിന് വന്നിട്ട് ഏറ്റവും എൻജോയ് ചെയ്ത തവണ അദ്ദേഹമായിരുന്നു. ആളെന്നോട് പറയണേ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, അങ്ങനെ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ചില നമ്മളിങ്ങനെ കോമഡി ഷോകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഏറ്റവും ഫ്രണ്ട് നിരയിലിരിക്കുന്ന ആളുകൾ ചിരിക്കില്ല. ചിരിച്ചു കഴിഞ്ഞാൽ എന്തോ ആണ്, ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബലം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനത്തെ കുറെ ആളുകൾ നമ്മുടെ പരിപാടിയിൽ വന്നിട്ടേ മൊബൈൽ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ തന്നെ അടിപൊളിയായി. പിന്നെ നമ്മൾ കുറെ ഈ പഴയ ടൈപ്പ് കളികളൊക്കെ ഇല്ലേ, അതായത് കോലിക്കളി, അതുപോലെ ഈ സോഡ കുപ്പിയുടെ അടപ്പ് ഓട്ടി ഉണ്ടാക്കിയിട്ട് മറ്റേ കളിച്ചിട്ടുണ്ടായിട്ട് പഴയ കാലത്തേക്കുള്ള മറ്റേ ടൈപ്പ് സ്ലേറ്റ് ഒക്കെ വാങ്ങും ഞാൻ. ഈ പുതിയ മോഡലല്ല, ഈ തലക്കടിച്ച പൊട്ടണ ടൈപ്പ് സ്ലേറ്റ് ഇല്ലേ, അങ്ങനത്തെ സ്ലേറ്റ്, ചെമ്പകപ്പൂ, ലാങ്കി, പിന്നെ മറ്റേ ഈ കോലുമിഠായി, പഴയ നാരങ്ങ മിഠായി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഴയ ടൈപ്പ് മിഠായികളൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു പഴയൊരു നൊസ്റ്റൂലേക്ക് നമുക്ക് പറ്റുന്ന പോലെ ഭയങ്കര രസമാണ്. പിന്നെ ഏറ്റവും അധികം ആളുകൾ പ്രവാസികളാണ് അതിൽ. അവർക്ക് വരാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമമുണ്ട്. നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പിന്നെ കാലത്തോട്ട് പോയി തന്നെ ഞാൻ കാലത്തോട്ട് അന്ത്യാവണോ അതിൽ വർത്താനം പറയണോണ്ട് അവരിങ്ങനെ. ഇതിലെന്താ പ്രശ്നം അറിയോ, ഒരു ദിവസം എനിക്ക് മൂഡ് ഓഫ് ആവാൻ പറ്റില്ല റോഹ. ഞാൻ മൂഡ് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് മൂഡ് ഓഫ് പാടില്ല. ഇത് ജോക്കർ സിനിമയില് ദിലീപിനോട് പറഞ്ഞ പോലെ നമ്മുടെ വിഷമം പുറത്ത് കാണരുത്, നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെ, നമ്മൾ ആടണം പാടണം. അതെ, ജോക്കറിന് എന്ത് വിഷമം കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ പലപ്പോഴും ഇടയ്ക്ക് തോന്നാറുണ്ടോ നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനവനുള്ള മനസ്സറിഞ്ഞൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നാറുണ്ടോ? ഒരു മെഴുകുതിരി പോലെ ഇങ്ങനെ ഉരുക, ഓരോരുത്തരുടെ ഓരോ ലൈഫിന് ഓരോ ഇത്. പക്ഷെ ആദ്യമൊക്കെ എന്താണെന്നറിയോ, ഞാൻ ചിരി അഭിനയിക്കുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഒരു ചിരി ഫേക്ക് ചെയ്ത് ചിരിച്ച് ഇപ്പോൾ നമ്മൾ റിയൽ ചിരിയാണെന്ന് പറഞ്ഞാൽ ചിരി ചുണ്ടിൽ മാത്രമല്ല കണ്ണിലും ഉണ്ടാവും. ഇപ്പൊ എന്റെ എല്ലാ ഫോട്ടോസിലും കണ്ണിലുണ്ട് ചിരിയാണ്. അല്ല, ആദ്യകാലത്തൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിച്ച് ഇപ്പൊ ശരിക്കും തന്നെ ഇപ്പൊ എന്റെ വീഡിയോസ് പിന്നെ എന്റെ ഏറ്റവും ഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫർമാരെ കൊളാബ് വീഡിയോ ചെയ്യാന്ന് ചോദിച്ചിട്ട് വിളിക്കും.
അവർ കാലത്ത് പുലർച്ചയ്ക്ക് ടീച്ചർ നമുക്ക് പുലർച്ചയ്ക്ക് ഷൂട്ട് വെക്കാം, നേരത്തോടെ എനിക്കും ഒരു സെറ്റ് സാരി കൊടുക്കും, രാമായണ മാസത്തിന്റെ ഷൂട്ടിന് പോകും, ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിലൊക്കെ ഇങ്ങനെ തൊഴുത് വലം വെച്ച്. ചില ആൾക്കാർ ചോദിക്കും വല്ല ഹിന്ദുവിനെ കെട്ടാൻ വല്ല പ്ലാൻ ഉണ്ടോന്നും അല്ല. ഈ പണ്ട് മുതലേ ഈ ആലും ആൽത്തറയും ആ ഒരു പഴയ ഇഷ്ടപ്പെടാത്ത ഇനിയിപ്പോ ഞാൻ മറ്റേ മാധവിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരു സാങ്ഷൻ എടുത്തിട്ടുണ്ട് ഈ വ്യാഴാഴ്ച. പുന്നയൂർക്കുളത്ത് ഒരു ഷൂട്ട്, അത് സാഹിത്യ അക്കാദമി പോയിട്ടൊരു അവിടുത്തെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയിലൊക്കെ പോയപ്പോ അവിടെ ഫുള്ള് നമ്മുടെ ഫാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ബുക്ക് എഴുതണമെന്നുണ്ട്. എഴുതി തുടങ്ങിയോ? ഇല്ല, എഴുതണമെന്നുണ്ട്, ചിന്തകളുണ്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു മൊത്തം ഇതിവൃത്തം എന്തായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും കൂടുതൽ എഴുതുക ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ? സ്നേഹത്തെ കുറിച്ച്. പ്രകടിപ്പിക്കാത്ത സ്നേഹവും എന്തിനു കൊള്ളാം? ഞാൻ മരിച്ചിട്ട് ശവക്കല്ലറിൽ ഒന്ന് പൂവിട്ടിട്ടോ നെറ്റിയിൽ ചുംബിക്കാനോ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പൊ തൊട്ടപ്പുറത്തില്ലേ, എന്തെങ്കിലുമൊക്കെ ദേഷ്യനെയൊക്കെ മറന്നിട്ട് വരണവരൊക്കെ വരട്ടെ. ഈ സ്നേഹം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പക്ഷേ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ, അത് എവിടെയുള്ളവരാണെങ്കിലും അതിനെ പ്രണയം എന്ന് പറയുകയും, വിവാഹം കഴിഞ്ഞിട്ടുള്ളവരോടാണെങ്കിൽ അതിന് അവഹിതം എന്നുമാണ് നമ്മൾ പല പറയാറുള്ളത്. ശരിക്കും ഈ ശാരീരികമായിട്ടുള്ള ഒരു താല്പര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെയും പ്രണയങ്ങൾ സംഭവിക്കുന്നില്ലേ? ശരിക്കും ഉണ്ട്. നമുക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് ഏത് നിമിഷവും നമുക്ക് ആർക്കും ആരോടും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം, അല്ലേ? നമുക്കിപ്പോൾ ചെറിയ കാലഘട്ടത്തിൽ ഒരു ഇൻഫാക്ച്വേഷൻ തോന്നുന്ന പോലെയല്ല, ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പ്രണയമായിട്ട് തന്നെ തോന്നുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് ചിലപ്പോൾ റോഹൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചിലപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ആയിരിക്കും എനിക്ക് തന്നിട്ടുണ്ടായിരിക്കും. തന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ ടിഷ്യൂ തന്നിട്ട് ഭയങ്കര ഡ്രാമാറ്റിക് ആക്കിയിട്ട് കുറേ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഉദാഹരണം പറഞ്ഞു. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഹൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഒരു ടിഷ്യൂ പേപ്പർ തരികയാണെങ്കിൽ അവിടെ നമുക്കിങ്ങനെ തോന്നുന്ന ഒരു എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന ആളുകളോടൊക്കെ നമുക്കൊരു പ്രണയം തോന്നിക്കൂടെ? അതിലെന്താ തെറ്റുള്ളത്? ആ പ്രണയത്തിനെ നമ്മൾ അവിഹിതമായിട്ടും ഇങ്ങനെ പറഞ്ഞു വന്നാലും അവിഹിതത്തിലെത്തൂല ഈശ്വര. ഒരാളൊരു പരിഗണന തന്നു അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തു, അപ്പൊ അതുകൊണ്ട് പ്രണയം തോന്നി കഴിഞ്ഞാൽ ആ ആള് എല്ലാ കാലവും അതുപോലെ ചെയ്യണമെന്നുണ്ടോ? അല്ലല്ല, അതെ ഞാൻ എന്റെ മൈൻഡ് സെറ്റാണ്. കാരണം എനിക്ക് കിട്ടാതെ പോയത് പരിഗണനയാണ്. അപ്പൊ ആ പരിഗണന കിട്ടുന്ന സ്ഥലത്തേക്ക് എനിക്കൊരു ഈ തൊട്ട് പിറകിലിരുന്ന് കോട്ടുവായിടുന്നവനെ ഞാൻ എന്ത് വേണം? ഇത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ സാധനം കട്ട് ചെയ്തിട്ടാ ഈ തൊട്ട് പുറകിലിരുന്ന അഖിലല്ലേ, അഖിലേ തൊട്ടു പുറകിലിരുന്ന് നീ എന്തിനു കോട്ടുവായിട്ടു പ്രണയത്തെ കുറിച്ച് പറഞ്ഞിട്ടു? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല. ഇത് കട്ട് ചെയ്തിട്ട് റോഹ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല, പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ ലജ്ജയുണ്ടോടാ? ലജ്ജ അല്ല, എനിക്ക് തോന്നുന്നു ടീച്ചർ പുസ്തകം എഴുതിയാൽ ആദ്യം വായിക്കുന്നത് ഇവരായിരിക്കും. എന്തിനൊരു മാസം ആവുമ്പോഴേക്കും സാധാരണ പുതുമോടി എന്നൊക്കെ പറയാല്ലേ, പക്ഷെ ഇപ്പൊ തന്നെ ഒരു മാസം അവന്റെ ജീവിതത്തിന്റെ ഹെഡിങ് കരിപുരണ്ട ജീവിതങ്ങൾ. ആദ്യത്തെ പതിപ്പ് അങ്ങോട്ട് പോകുന്നു പറഞ്ഞ പോലെ. ശരിക്കും അവിടെ ഇപ്പൊ നമ്മൾ മിഥുനം പറഞ്ഞ പോലത്തെ അങ്ങനെ തന്നെയാണ്. ഒരു സമയം എല്ലാം ഉണ്ടായിരുന്നു, പ്രണയിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. വിവാഹത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ കുറേയും കൂടി ഉണ്ട്. ഇപ്പൊ പുരുഷന് കേൾക്കുന്ന പരാതികൾ അങ്ങനെയാണ് കൂടുതലായിട്ട് വരിക. പ്രണയിച്ചിരുന്നപ്പോൾ കത്ത് തന്നു, ഇഷ്ടപ്പെടുത്തുന്നു, കുറെ ടൈം ചെലവഴിച്ചിരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ പലരും പല സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഈ ശരിക്കും മാരീഡ് ലൈഫിലോട്ട് വരുമ്പോൾ കുറേ കൂടി ഇവർ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ കുറേ കൂടി വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും പ്രഷറും കാര്യങ്ങളും ഇതൊക്കെ സംഭവം വരുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്, ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുമോ? ഇതില് ഇപ്പൊ എന്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഞാൻ കല്യാണം കഴിച്ചത് അറേഞ്ച്ഡ് മാരേജ് ആണ്. കല്യാണത്തിന്റെ തലേ ദിവസമാണ് ആദ്യമായിട്ട് സാബു എന്നെ ഫോൺ ചെയ്യണത്. 2-3 ദിവസം മുമ്പ് സാബു ഫോൺ ചെയ്യാതായപ്പോ ഞാൻ ഇവരുടെ ജ്വല്ലറിയിൽ പോയിട്ട് അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അയാളോട് ഒന്ന് എന്നെ വിളിക്കാൻ പറയോ, അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഒന്ന് വിളിക്കാൻ പറയോ എന്നൊക്കെ. അപ്പൊ കാരണം ഞങ്ങൾ സെപ്റ്റംബർ 28 മനസ്സമ്മതം, ഒക്ടോബർ 13 കല്യാണമായിരുന്നു. ഇതിന്റെ രണ്ടിന്റെ ഇടയില് സമയമില്ല, ആകെ 2 ആഴ്ചയുള്ളൂ കല്യാണത്തിന്. അപ്പൊ ഞാൻ ഇന്ന് വിളിക്കാം. അപ്പൊ ഞാൻ അന്ന് അലോഷ്യസ് കോളേജിൽ PGക്ക് പഠിക്കാം. അപ്പൊ ഞാൻ പിള്ളേരുടെ അടുത്ത് പോയി പറഞ്ഞു ഇന്ന് വിളിക്കും, ഇന്ന് വിളിക്കാതിരിക്കില്ല എന്നൊക്കെ. നമ്പറൊക്കെ അന്ന് വാങ്ങിയോണ്ടേ വിളിക്കണ കാണാടെ ഗതി മുട്ടിയിട്ട് ഞാൻ ഇവരെ കടയിലത്തെ ആൾക്കാരോട്, ഇവരെ കടയിലത്തെ ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞേ സാബേന്റെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയൂ, ഞാൻ നമ്പറൊക്കെ വാങ്ങിയോണ്ടേ. ലാൻഡ് ഫോണിൽ ഇപ്പൊ ഇത്രയും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കല്യാണത്തിന് തലേദിവസം ആദ്യമായിട്ട് വിളിക്കാണ്ടിരിക്കായിരുന്നു നല്ലത്. തലേദിവസം ആദ്യമായിട്ട് വിളിച്ചിട്ട് എന്നോട് എന്താ പറഞ്ഞെന്ന് അറിയും? കുട്ടി മറ്റേ വടക്ക് നോക്കിയ യന്ത്രത്തില് കുട്ടി നാളെ നമ്മുടെ കല്യാണമാണ്, ഇത്ര നാള് കളിച്ച് തിരിച്ച് നടന്ന പോലെയല്ല, ഉത്തരവാദിത്തമുള്ളൊരു ജീവിതം പ്രതീക്ഷിക്കുന്നു.
അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊന്നും നട്ടപ്പടിയാവണ കേസല്ല. കാരണം അന്ന് എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ഇങ്ങനെയൊന്നും അല്ലടാ, ഇതാണ് ആകെ വന്നത്. വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ചില ആളുകൾ അങ്ങനെയാണ്, ചിലർക്ക് പ്രേമിക്കാനും സ്നേഹിക്കാനൊന്നും അറിയില്ല. പക്ഷെ സ്നേഹിച്ചോണ്ടിരുന്നിരുന്ന ആളുകള് കല്യാണം കഴിഞ്ഞപ്പോ സ്വിച്ചിട്ട പോലെ മാറുന്നതുണ്ടല്ലോ, അത് ഭയങ്കര ഞെട്ടലാവും. കുറെ കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നത് പുരുഷന്മാരായതുകൊണ്ടാണോ? ഏത് അവരുടെ ഉത്തരവാദിത്ത ബോധം എന്നൊക്കെ അവർ പറയണേ. കുറെ കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നത്, അതിനപ്പുറത്തേക്ക് സർവൈവ് ചെയ്യണം, ജീവിക്കണം, അതിന്റെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. എത്രയൊക്കെ ഇവർക്ക് എന്താ പറയാ ഉത്തരവാദിത്തം ഉണ്ട്, പൈസ ഉണ്ടാക്കണം, EMI അടയ്ക്കണം, പ്രഷർ ഉണ്ട്, ഒക്കെ നമ്മൾ സമ്മതിച്ചു. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഇവർക്ക് ഫ്രീ ഉള്ള ഒരു സമയം ഉണ്ടാവില്ല. വൈകുന്നേരം ഭാര്യനെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകാൻ ഭാര്യ പറയാതെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഗന്ധ ഇതൊക്കെ കണ്ടറ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ പോട്ടെ, ഇനിയിപ്പോ പുറത്തേക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കും, ഒരു കാശില്ല ഇയാളുടെ കയ്യിൽ, പുറത്തേക്ക് കൊണ്ടുപോകാൻ കാശില്ല, ഒരു CD എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാട്ടാ, വീട് മൊത്തം ഇരുട്ട് റൂമാക്കി. അതായത് നമ്മുടെ വീട് മൊത്തം ഇരുട്ട് റൂമാക്കി. നമ്മളിപ്പോ കുറെ ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ ആളുകൾ ഇപ്പൊ ഡേറ്റിംഗ് ഒക്കെ നമ്മൾ കുറെ വീഡിയോസ്, അതൊക്കെ പണ്ട് മുതൽ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു ആ തോട്ട്. അപ്പൊ ഞാനിങ്ങനെ പറയാം നമുക്ക് വീട് മൊത്തം ഇരുട്ട് റൂമാക്കാം, കറുത്ത കർട്ടനുകൾ വാങ്ങി വെക്കും ഞാൻ, വീട് മൊത്തം ഇരുട്ട് റൂമാക്കിയിട്ട്. ഇപ്പോഴാകുമ്പോൾ കുറച്ച് ലൈസോ ചിപ്സോ, പണ്ടാകുമ്പോൾ ചിലപ്പോൾ മിക്സ്ചർ ഒക്കെ കുറച്ച് കായ വറുത്ത കപ്പലണ്ടി വറുത്തത് ചിലപ്പോൾ 2 പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്നിട്ട് നമ്മൾ ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് ഇട്ട് ഇരുട്ട് റൂമിൽ ഇരുന്ന് സിനിമ അങ്ങനെ നമ്മള് ഇരുട്ട് റൂമിൽ ഇരുന്ന് നമ്മളിങ്ങനെ സൊറ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കായ വറുത്തത് കഴിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അപ്പൊ എന്റെ ചിലപ്പോ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണറെ നീ അത് മിണ്ടാണെന്നേ എനിക്ക് 100 കൂട്ടം ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലേ, ചില്ലുകൊട്ടാരം മുഴുവൻ താഴെ ഇടിഞ്ഞു. അപ്പോൾ പൈസ ഇല്ലാത്തതോ പ്രഷർ ഉള്ളതോ ഒന്നുമല്ല സ്നേഹിക്കാതിരിക്കാനുള്ള കാരണം, മനസ്സില്ലാത്തതാണ്. സ്ത്രീകൾ മനസ്സിലാക്കേണ്ട, സ്ത്രീയോ പുരുഷനാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ടെൻഷൻ കൊണ്ടാണ് പറ്റാത്തതെന്ന് പറഞ്ഞാൽ ലോക നുണയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തിരക്കിനിടയിലും ഒരു സമയം കണ്ടെത്തും.